കഴിഞ്ഞ 8.5 വർഷങ്ങൾക്ക് ശേഷം ദിലീപിന് അനുകൂലമായ കോടതി വിധി ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് ആലുവയിലെ ദിലീപിന്റെ നാട്ടിലുള്ള ആളുകളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം അവരുടെ അഭിപ്രായം എന്താണ്. ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത്. പൾസർ സുനിക്ക് തന്നെ ആ കാര്യം ചെയ്യാൻ പറ്റില്ല. അയാളുടെ പിന്നിൽ ആരെങ്കിലും ഒരു വലിയ ശക്തി ഇല്ലെങ്കിൽ ഇത്രയും പ്രബലനായ ഒരാളായിരിക്കണം പിന്നിലുള്ളത്. ദിലീപ് തെറ്റുകൾ ചെയ്തേക്കണം. ഇത് ദിലീപ് കൊട്ടേഷൻ കൊടുക്കാതെ ഒരിക്കലും ഇത് പൾസർ തുണി പോയി ഇത് ചെയ്യൂല. ഈ നീതി കിട്ടിയിട്ടില്ല എന്ന് ഇനി കിട്ടാൻ വിട്ട് പോകണമില്ല. മഞ്ജു പറഞ്ഞെടുത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. ഞാൻ യോജിക്കുന്നില്ല. ജസ്റ്റിസ് അല്ല, നീതിയല്ല, അനീതിയാണ് നടന്നിട്ടില്ല. അനീതിയാണ് നടന്നിരിക്കുന്നത്. പൾസർ സുനിക്ക് തന്നെ ആ കാര്യം ചെയ്യാൻ പറ്റില്ല. അയാളുടെ പിന്നിൽ ആരെങ്കിലും ഒരു വലിയ ശക്തി ഇല്ലെങ്കിൽ ചിലര് കുറ്റം ചെയ്തിട്ടും വെറുതെ വിടാറുണ്ട്. ആ പെണ്ണ് നല്ലതാണെങ്കിലല്ലേ ഇവനെ കുറ്റം പറയാൻ പറ്റുള്ളൂ. അതെ, സിനിമാ പീഡി സത്യം പറഞ്ഞ ഒരു മനുഷ്യനും ദിലീപ് നിരപരാധിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഞാനിപ്പോൾ നിൽക്കുന്നത് നടൻ ദിലീപിന്റെ ആലുവയിലെ വീടിന് മുമ്പിലാണ്. കഴിഞ്ഞ 8.5 വർഷങ്ങൾക്ക് ശേഷം ദിലീപിന് അനുകൂലമായ കോടതി വിധി ലഭിച്ചിരിക്കുകയാണ്. ഈ കോടതി വിധി ലഭിച്ചിട്ടും ഇപ്പോഴും പല ആളുകളും പറയുന്നത് ദിലീപ് കുറ്റക്കാരനാണ്, ഇല്ലെങ്കിൽ ആ നടിക്ക് നീതി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് ആലുവയിലെ ദിലീപിന്റെ നാട്ടിലുള്ള ആളുകളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം അവരുടെ അഭിപ്രായം എന്താണെന്ന്. കഴിഞ്ഞ 8.5 വർഷങ്ങൾക്ക് ശേഷം ദിലീപിന് അനുകൂലമായ വിധി വന്നിരിക്കുകയാണ്. ദിലീപ് കുറ്റവിമുക്തനാണെന്ന് കോടതി തന്നെ പറയുകയാണ്. എന്നാൽ പോലും പല ആളുകളും പറയുന്നത് ദിലീപ് കുറ്റക്കാരനാണ്, ഇല്ലെങ്കിൽ ആ നടിക്ക് നീതി കിട്ടിയിട്ടില്ലെന്നാണ്. ഈ പറയുന്ന കോടതി വിധിയോട് ചേട്ടൻ യോജിക്കുന്നുണ്ടോ? ഇല്ല, യോജിക്കുന്നില്ല. എന്തുകൊണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപ് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതെന്താ അങ്ങനെ തോന്നാനുള്ള കാരണം? അങ്ങനെ തോന്നാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇത് ദിലീപ് കൊട്ടേഷൻ കൊടുക്കാതെ ഒരിക്കലും ഇത് പൾസർ തുണി പോയി ഇത് ചെയ്യൂല. ദിലീപ് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അവർ തമ്മിൽ നേരത്തെ വല്ല അറിവുള്ളതും അറിയാവുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് കൊട്ടേഷൻ കൊടുത്ത് ചെയ്തു. അപ്പൊ കോടതി വിധി തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാല്ല. എല്ലാവർക്കും അറിയാം. ഓക്കെ, വേറെ എന്തെങ്കിലും? സമൂഹത്തിന് മൊത്തം അറിയാവുന്ന കേസാണ്. കോടതി തെറ്റാണ്. അപ്പൊ ആ നടിക്ക് നീതി കിട്ടിയിട്ടില്ലെന്നാണ് ചേട്ടൻ പറയുന്നത്. നടിക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് ഇനി കിട്ടാൻ വിട്ട് പോകണമില്ല. ഓക്കെ. കാരണം അവന്റെ പുറകിൽ പിൻബലങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കാനുള്ള എന്തായിരിക്കും അങ്ങനെ ഒരു കോടതിനെ വരെ തെറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലൊരു ശക്തി ഉണ്ടോ മലയാള സിനിമാ ഫീൽഡില്? തീർച്ചയായിട്ടും ഉണ്ട്. അതായത് മലയാളം സിനിമാ ഫീൽഡ് പിടിച്ചു വെച്ചേക്കണത് ദിലീപാണ്. മമ്മൂട്ടിനെ മോഹൻലാലിന് വരെയും കാലിന്റെ കീഴിൽ കൊണ്ടുവന്ന് വെച്ചേക്കണത് ദിലീപാണ്. മലയാള സിനിമ ഭരിക്കുന്ന ദിലീപാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. ഞാൻ നടിക്ക് നീതി കിട്ടാനും പോകുന്നില്ല. കാരണം വെറുതെ കുറെ ആൾക്കാർ ഒച്ചപ്പാടും വേളം ഉണ്ടാക്കാന്നല്ലാതെ നീതി കിട്ടാനൊന്നും പോകുന്നില്ല. ദിലീപ് കുറ്റക്കാരനാണെന്ന് ചേട്ടൻ വിശ്വസിക്കുന്നു? പിന്നെ ദിലീപ് കുറ്റക്കാരനാണ്. ഓക്കെ ഏട്ടാ. കഴിഞ്ഞ 8.5 വർഷങ്ങൾക്ക് ശേഷം ദിലീപിന് അനുകൂലമായ വിധി വന്നിരിക്കുകയാണ്. ദിലീപ് കുറ്റക്കാരനല്ലെന്ന് കോടതി തന്നെ പറഞ്ഞിട്ടും ഇപ്പോഴും പല ആളുകൾ പറയുന്നത് ദിലീപ് കുറ്റക്കാരനാണ്, ഇല്ലെങ്കിൽ ആ നടിക്ക് നീതി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. കുട്ടിക്ക് എന്താ തോന്നുന്നത്? ആ കോടതി വിധിയെ പറ്റി എന്താ തോന്നുന്നത്? കോടതി വിധിയെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം നമ്മുടെ ജഡ്ജ്, സെഷൻസ് കോർട്ടിലെ ജഡ്ജ് എന്തായാലും എവിഡൻസുകൾ നോക്കിയിട്ടാണ് ഒരു ജഡ്ജ്മെന്റ് പാസ്സാക്കണേ. ഇത്തരം കുറേ ചീഫ് എക്സാമിനേഷൻ, ക്രോസ് എക്സാമിനേഷൻ എല്ലാം നടത്തിയിട്ട് ചിലപ്പോൾ എവിഡൻസുകൾ ചിലപ്പോൾ നശിപ്പിച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ അറിയില്ല. പക്ഷെ എന്നാലും വിത്ത് റിഗാർഡ് ടു ദി എവിഡൻസ് ആണ് ഇത് വന്നേക്കണം. അപ്പം നമ്മൾ എന്തായാലും ജസ്റ്റിസ് സെർവ്ഡ് ആണെന്ന് നമുക്ക് വിചാരിക്കാം. കാരണം ജഡ്ജ് ചുമ്മാ അങ്ങ് ജഡ്ജ്മെന്റ് പറയില്ലല്ലോ. എല്ലാം നോക്കിയിട്ട് പ്രോസിക്യൂഷനും രണ്ട് സൈഡും നോക്കി അവരുടെ ജഡ്ജ്മെന്റ്സ് എവിഡൻസുകൾ നോക്കി എല്ലാവരെയും വിസ്തരിച്ചതിന് ശേഷമാണ് ഒരു ജഡ്ജ്മെന്റ് വരുള്ളൂ, അല്ലാതെ ചുമ്മാ വരില്ല. അപ്പൊ ചിലപ്പോ പ്രോസിക്യൂഷനിൽ എന്തെങ്കിലും പോരായ്മകളോ അല്ലെങ്കിൽ എവിഡൻസ് നശിപ്പിച്ചിട്ടുണ്ടാവാം ചിലപ്പോ. പക്ഷെ എങ്കിലും ഐ സപ്പോർട്ട് ദ ജഡ്ജ്മെന്റ്. കാരണം എന്തായാലും ജഡ്ജ് ചുമ്മാ അങ്ങ് ചെയ്യില്ല. എല്ലാ സൈഡും നോക്കിയിട്ട് പിന്നെ ഒരു അക്യൂസ്ഡ് ഇന്നസെന്റ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് എവിഡൻസ് വെച്ചാൽ പറയാൻ പറ്റുള്ളൂ എപ്പോഴും. അപ്പൊ ഇവിടെ എവിഡൻസുകൾ പുള്ളി ചിലപ്പോ എന്താ പറയാ കുറച്ചും കൂടി വീക്ക് എവിഡൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതായിരിക്കാം. കുട്ടി യോജിക്കുന്നുണ്ട് കോടതി വിധിയെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം അതാ ഓക്കെ മതി. കഴിഞ്ഞ 8.5 വർഷങ്ങൾക്ക് ശേഷം ദിലീപിന് അനുകൂലമായ വിധി വന്നിരിക്കുകയാണ് കോടതിയിൽ. ദിലീപ് കുറ്റവിമുക്തനല്ലെന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ എന്നാൽ പോലും പല ആളുകളും പറയുന്നത് ആ നടിക്ക് നീതി കിട്ടിയിട്ടില്ല ഇതുവരെ ആയിട്ടും. ഈ വിധിയെ യോജിക്കാത്ത ഒരുപാട് പേരുണ്ട്.
മോൾ ഇതിനെ എങ്ങനെയാ നോക്കി കാണുന്നത്? ഞാൻ യോജിക്കുന്നില്ല. അത് ജസ്റ്റിസ് അല്ല, നീതിയല്ല, അനീതിയാണ് നടന്നിരിക്കുന്നത്. നടന്നിട്ടില്ല, അനീതിയാണ് നടന്നിരിക്കുന്നത്. അനീതിയാണ് നടന്നിരിക്കുന്നത്. ദിലീപ് കുറ്റക്കാരനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതെ അതെ, വിശ്വസിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ വിശ്വസിക്കുന്നത്? ആസ് എ LLB സ്റ്റുഡന്റ് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. പിന്നെ നമ്മളെല്ലാരും കാണുന്നതാണല്ലോ എന്താണ് ഈ കേസ് എന്നുള്ളത്, നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഒരു സിമ്പിൾ ലോജിക് വെച്ച് ചിന്തിച്ചാൽ അനീതിയാണ് നടന്നിരിക്കുന്നത്. അനീതിയാണ് നടന്നിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. കഴിഞ്ഞ 8.5 വർഷങ്ങൾക്ക് ശേഷം ദിലീപിന് അനുകൂലമായ വിധി വന്നല്ലോ. പക്ഷെ പല ആളുകളും പറയുന്നത് ദിലീപ് കുറ്റക്കാരനാണ്, ഇല്ലെങ്കിൽ ആ നടിക്ക് ഇതുവരെയായിട്ട് നീതി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ദിലീപ് കുറ്റവിമുക്തനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? കുറ്റമുക്തനാണെന്ന് വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ടില്ല? അല്ല, അതോ ഉറപ്പായിട്ടും അങ്ങനെ വെറുതെ ഒരാൾ കൊട്ടേഷൻ കൊടുക്കുകയല്ലോ. പക്ഷെ കോടതി പറയുന്നത് ദിലീപ് കൊട്ടേഷൻ കൊടുത്തിട്ടില്ല, അതിന് തെളിവൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ദിലീപിനെ കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ്. അല്ല, അതൊരു പൾസർ സുനിക്ക് തന്നെ ആ കാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ. അയാളുടെ പിന്നിൽ ആരെങ്കിലും ഒരു വലിയ ശക്തി ഇല്ലെങ്കിൽ ഈ കോടതിയെ പോലും ഇത്ര മാത്രം ഈ കോടതിയിൽ പോലും കേസ് 8 വർഷം നീണ്ടുപോയില്ലേ. കോടതിയിൽ പോലും അത്രയും കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും പ്രബലനായ ഒരാളായിരിക്കണം പിന്നിലുള്ളത്. ദിലീപ് ആയിരിക്കണം എനിക്ക് പറയാൻ പറ്റത്തില്ല. ആരോ പ്രബലമായ ഒരു ശക്തി അയാളുടെ പിന്നിലുണ്ട്. കൊട്ടേഷൻ കൊടുത്തുകൊണ്ടാണ് അത് ചെയ്തത്. കഴിഞ്ഞ 8.5 വർഷങ്ങൾക്ക് ശേഷം ദിലീപേട്ടന് അനുകൂലമായ വിധി വന്നിരിക്കുകയാണ്. ദിലീപ് കുറ്റവിമുക്തനാണെന്ന് കോടതി തന്നെ പറയുകയാണ്. ഈ ഒരു വിധിയോട് യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നുണ്ട്. ആ പെൺകുട്ടിക്ക് നീതി കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ? അത് നമുക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് യോജിക്കുന്നത്? യോജിക്കുന്നതെന്ന് പറഞ്ഞാൽ അയാള് ഇങ്ങനത്തെ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടില്ലാതെ നമ്മളെ വിശ്വാസം. അത് എല്ലാവരും കൂടെ പറഞ്ഞ അയാൾ ഒരു വലിയൊരു കാശുകാരനായി കഴിഞ്ഞപ്പോൾ അയാളെ ഇല്ലാതാക്കാൻ കുറേ ആൾക്കാർ ഡിപ്പാർട്ട്മെൻ്റായിട്ടും മറ്റുള്ളവരായിട്ടും യോജിക്കുന്ന, അവരെ നശിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, അത് നമുക്കൊന്നും താല്പര്യമില്ലാതെ. അത് നല്ല മനുഷ്യനാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. 8.5 വർഷങ്ങൾക്ക് ശേഷം ദിലീപിന് അനുകൂലമായ വിധി വന്നിരിക്കുകയാണ്. ദിലീപ് കുറ്റവിമുക്തനാണെന്ന് കോടതി തന്നെ പറയുകയാണ്. പക്ഷെ എന്നാൽ പോലും പല ആളുകൾ പറയുന്നത് ആ നടിക്ക് നീതി കിട്ടിയിട്ടില്ല, ഇത് ശരിയായൊരു നിലപാടല്ല കോടതി എടുത്തിരിക്കുന്നതെന്നാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആലുവയിലാണ്. ചേട്ടൻ എന്ത് തോന്നുന്നു? ദിലീപ് കുറ്റക്കാരനാണോ അതോ കുറ്റവിമുക്തനാണോ? കോടതിയല്ല തീരുമാനിക്കണേ, നമ്മളല്ലല്ലോ. ജനങ്ങളാൽ ഒന്നും പറയാൻ പറ്റില്ല. ചിലര് കുറ്റം ചെയ്തിട്ടും വെറുതെ വിടാറുണ്ട് അല്ലേ? അത് കുറെ സ്വാധീനം കൊണ്ടോ മറ്റതും ഒക്കെ ആയിട്ടുമായിരിക്കും അല്ലേ? ഇപ്പൊ സ്വർണ്ണക്കടത്ത് തന്നെ അല്ലേ ഏറ്റവും ശരിക്കും പറഞ്ഞാൽ അത് വ്യക്തമായ ഒരു കാര്യം തന്നെ. നാളെ അവരെ വെറുതെ വിടാൻ പാടില്ല എന്നുണ്ടോ? അത് സ്വാധീനം കൊണ്ടാണ് അല്ലേ? അല്ല, ദിലീപിന്റെ കേസിൽ ചേട്ടൻ എന്തെങ്കിലും അഭിപ്രായം? ദിലീപിന്റെ കേസും സത്യത്തിൽ ന്യായം എവിടെയാണോ അവിടെ. കോടതി വിധിയോട് യോജിക്കുന്നുണ്ടോ? യോജിക്കാൻ കോടതിയല്ലേ തീരുമാനിക്കണേ. പറഞ്ഞു. കഴിഞ്ഞ 8.5 വർഷങ്ങൾക്ക് ശേഷം ദിലീപിന് അനുകൂലമായ വിധി വന്നിരിക്കുകയാണ്. ഈ വിധിയോട് എങ്ങനെ ചേട്ടൻ നോക്കി കാണുന്നു? അത് ദിലീപിന്റെ അത് അവര് പൈസ ഉള്ളതിന്റെ അവരെന്ത് ചെയ്താലും അത് ആൾക്കാർ അംഗീകരിക്കും. പിന്നെ നല്ലൊരു മനുഷ്യനാണ്. നല്ല മനുഷ്യനാണ്. പക്ഷെ ഈ ഒരു വിഷയത്തിൽ കുറ്റവിമുക്തനാണെന്ന് ചേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? പിന്നെ കോടതി പറയുന്നു കുറ്റവിമുക്തനാണെന്ന്. അതായത് ഇപ്പൊ കോടതി കുറ്റം കേസിന് ആദായ പെണ്ണ്, ആ പെണ്ണ് നല്ലതാണെങ്കിലല്ലേ ഇവനെ കുറ്റം പറയാൻ പറ്റുള്ളൂ. അപ്പൊ നല്ലതല്ലെന്നാണ് പറയുന്നത്. അതായത് അവര് തമ്മിലുള്ള സംഭവം നേരത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ പൈസയോ എന്തോ വ്യക്തിപരമായ കാര്യങ്ങളിൽ തമ്മിൽ ചേർന്നില്ല. അപ്പൊ സ്വാഭാവികം ഉണ്ടാവുന്ന പ്രശ്നം ഒറ്റ കൊടുക്കല്, അത് നന്നാവാൻ പാടില്ല. അതിപരമായിട്ടുണ്ടായ പ്രശ്നമാണത്. പക്ഷെ എന്നാലും എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ദിലീപാണ് ഗൂഢാലോചന കൊടുത്തു പൾസർ സുനിക്കെന്നാണ് ആദ്യം എല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അത് അങ്ങനെയല്ലെന്നാണ് ഇപ്പൊ കോടതി വിധി. ദിലീപിനെതിരെ ഒരു തെളിവുമില്ല. അപ്പം ദിലീപ് ആണോ ചേട്ടന്റെ അഭിപ്രായത്തിൽ ദിലീപ് ആയിരിക്കുമോ ഈ പറയുന്ന പോലെ? സിനിമാ ഫീൽഡിലാണല്ലോ അത്. സിനിമാ ഫീൽഡിൽ സത്യം പറഞ്ഞ ഒരു മനുഷ്യനും ദിലീപ് നിരപരാധിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതങ്ങനെ ഒറ്റയടിക്കാൻ പറയാൻ പറ്റില്ല. കാരണം ഇവര് വ്യക്തിപരമായിട്ടുള്ള എന്തോ പ്രശ്നങ്ങളുണ്ട് ഇവർ തമ്മിൽ. ഒരേ ഫീൽഡിൽ നടന്നവരാണ്. അപ്പൊ അവരിൽ നിന്ന് എന്തോ കാര്യം ഇവർക്ക് സാധിച്ചെടുക്കാനുണ്ടായി. അപ്പൊ അത് വിചാരിച്ച പോലെ കിട്ടിയില്ല. അത് മാനുഷികമായിട്ടുണ്ടാവുന്ന സാധാരണ മനുഷ്യന്മാർക്ക് ഉണ്ടാവുന്ന ഒരു വികാരം അവനാ ഞാൻ വിചാരിച്ചു കിട്ടിയില്ല, അത് തകർക്കണം. അതിന് കൊടുത്ത സംഭവമാണ്. അങ്ങനെയാണെങ്കിൽ ദിലീപിന് അനുകൂലമായ വിധി വന്നത് ശരിയാണോ കോടതിയിൽ നിന്ന്? ശരിക്കും വ്യക്തിപരമായിട്ടൊക്കെ ഇവര് തമ്മിൽ നേരത്തെ ഒരുപാട് കാര്യം ഉണ്ടായപ്പോ ഇവർക്ക് പ്രശ്നമില്ല. അല്ല, ഒരു ദിലീപിന്റെ ഭാഗം മാത്രമല്ല, ഒരു പെൺകുട്ടിയുടെ ഭാഗത്തിന് ചിന്തിക്കുമ്പോൾ
ഒരു പെൺകുട്ടിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയി അല്ല ശരി, അതൊക്കെ തട്ടിക്കൊണ്ട് പോയി. പക്ഷെ ഇതിക്ക് മുമ്പ് ഈ പെൺകുട്ടിയും ഈ പറഞ്ഞ ദിലീപായിട്ടും ഒരുപാട് കാര്യം നടന്നിട്ടുണ്ട്. അപ്പൊ ഈ പെൺകുട്ടി തന്നെയായിരുന്നു, ദിലീപും തന്നെയായിരുന്നു, ആ പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ ഇത് ദിലീപ് ഇല്ലായിരുന്നു തട്ടിക്കൊണ്ടുപോയ സമയത്ത്. ദിലീപ് ഗൂഢാലോചന നൽകി തട്ടിക്കൊണ്ടുപോയി വീഡിയോ പകർത്തി, അങ്ങനെ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. ഇപ്പൊ മനുഷ്യനല്ലേ, മനുഷ്യന്റെ 1000 സാധാരണ മനുഷ്യൻ 1000 കുടത്തിന്റെ വായ അടക്കാം, മനുഷ്യന്റെ വായ അടക്കാൻ പറ്റില്ല. അപ്പൊ ഇവള് പറയുമ്പോ അത് അവന്റെ പറയും, അവര് പറയുമ്പോ ഇങ്ങോട്ടും പറയും, മാറി മാറി പറയും. സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി ആയാലും മനുഷ്യൻ തന്നെ. ദിലീപ് പറയുന്നത് ദിലീപിന് ഇതിനെ പറ്റി അറിയത്തില്ലെന്നാണ്. എന്താ പറഞ്ഞ ഇപ്പൊ തട്ടിമുട്ടിയിരിക്കും, ഇവരുടെ കാര്യം നടക്കാനായപ്പോ ഒറ്റ കൊടുത്ത്, അപ്പൊ അവനത് പെട്ടുപോയി. അവൻ വലിയ ഫേമസ് ആയതിന്റെ പേരിൽ ഇപ്പൊ സാധാരണ മനുഷ്യന്മാർ ഇപ്പൊ എന്തൊക്കെ നടക്കും ലോകത്തില്, ഒരു പ്രശ്നവുമില്ല. ഇങ്ങനെ ഇവര് പൈസ ഉണ്ട് പ്രമാണിയായി വലിയ കയറി കൊണേന്റെ പേരിൽ വലിച്ചിടാനുള്ള പരിപാടി, അതാണ് മെയിൻ സംഭവം. ഓക്കെ, ശരി. എന്താ പേര്? ബിജു. ഓക്കെ, താങ്ക് യു സോ മച്ച്. കഴിഞ്ഞ 8.5 വർഷങ്ങൾക്ക് ശേഷം ദിലീപിന് അനുകൂലമായ വിധി വന്നിരിക്കുകയാണ്. ഈ വിധിയോട് കുട്ടി എങ്ങനെയാണ് നോക്കി കാണുന്നത് ഈ വിധിയെ? അതിപ്പം എല്ലാം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ ഇവര് പറയുന്നത്. അല്ല, ദിലീപ് കുറ്റക്കാരനാണെന്ന് ഒരു വിശ്വാസം ഉണ്ടോ, അല്ലെങ്കിൽ ദിലീപ് കുറ്റവിമുക്തനാണെന്നൊരു തോന്നലുണ്ടോ? ഈ വിധിയോട് യോജിക്കുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഇത് കോടതിയല്ലേ നമുക്ക് തീരുമാനം പറയുന്നത്. അപ്പൊ നമ്മൾ അതിലൊന്നും പറയാൻ ആളല്ലല്ലോ. നമുക്കറിയില്ലല്ലോ ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന്. തീർച്ചയായും നമ്മൾ അതിജീവിതയുടെ കൂടെ തന്നെയാണ്. പക്ഷെ അതിലെന്താണ് തീരുമാനം എന്നൊന്നും പറയാൻ നമുക്ക് ഇതിനെപ്പറ്റി അധികാരികമായിട്ട് കാര്യമായിട്ടൊന്നും അറിയത്തില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. എന്താ പേര്? ഫാത്തിമ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആക്ടർ ദിലീപിനെ തെരിയുമാ? அவங்க ഒരു 8.5 വർഷമായിട്ട് ഒരു കേസിൽ പെട്ടിരിക്കുവായിരുന്നു, ഭാവന കേസ്. ഭാവന കേസില്, അത് കടത്തൽ കേസില് അവർക്ക് ഇതിലെ പങ്കുണ്ട്, അവരെ ഇതിലെ കുറ്റക്കാരന് അറസ്റ്റാക്കി. പിന്നെ അതിനനുകൂലമായി വിധി വന്നു, ദിലീപിന് അനുകൂലമായി വിധി വന്നിരിക്കുകയാണ്. ദിലീപ് കുറ്റക്കാരനല്ല അല്ലേനെ ഇപ്പൊ കോർട്ടില് പറഞ്ഞ അവരെ റിലീഫാക്കി. ആണാലും അവരെ അറസ്റ്റ് பண்றதுக்கு முன்னாடி அவரு பெரிய ஆக்டர். அப்ப அவரை அரெஸ்ட் பண்றதுக்கு முன்னாடி யோசிக்கணும். இவர் மேலே ஒரு குற்றம் சாட்டப்பட்டிருக்கு, அது உண்மையா 100% உண்மையா இருந்தாலெങ്കിൽ அவரை அரெஸ்ட் பண்ணியிருக்கலாம். அவரை அரெஸ்ட் பண்ணி பேப்பரு மீடியா எல்லாம் அவர் குற்றக்காரன்னு പറഞ്ഞ് எல்லார் மனசுலையும் இவர் குற்றம் செஞ்சிருக்குமோன்னு யோசிச்சு പിന്നെ ഇപ്പൊ 7-8 കൊല്ലം കളിച്ച് ഇപ്പൊ അവർ മേലെ എന്ത പ്രശ്നം ഇല്ല, അവർ കുറ്റം ഇല്ല, അവർ മേലെ കുറ്റം ഇല്ലേன்னு ഇപ്പൊ റിലീഫ് ആക്കി. ஆனாலும் அந்த பேரு அவருக்கு அவர் மறிக்கிறாரு. அவர் மனசுல எங்கோ இன்னைக்கு அவர் ரிலீஸ் ஆகி நம்ம மேல எந்த தப்பும் இல்லைன்னு சொல்லி ரிலீஸ் பண்ணிட்டாங்க. ஆனாலும் அவர் வெளியில போகும்போது அவருக்கு கொஞ்சம் சங்கடம். ஏன்னா இப்போ நம்மளை மாதிரி சாதாரண ஆளுக்காருக்கே இது மிகப்பெரிய ஒரு நம்ம மேல எந்த ஒரு தப்பும் செய்யாம நீங்கள் தப்பு செஞ்சீங்க அப்படின்னு சொல்லி அரெஸ்ட் பண்ணி கொண்டு போய் 8 வருஷம் இருந்துட்டு அதுக்கப்புறம் இல்லை அப்படின்னு ரிலீஃப் ஆகுனா இது எங்கன்னு நமக்கே எப்படி இருக்கும்போது அவர் மிகப்பெரிய ஆக்டர். அவர் பொதுவெளியில் போகும்போது 4 பேர் பார்க்கும்போது இவரே இந்த இதில் அரெஸ்ட் பண்ணிட்டு இப்போதான் வெளியில் வந்திருக்காரு அப்படிங்கிற மாதிரி பேர் அவர் பேரு கெடும், மானம் போகும், அவருக்கு நிம்மதி போகும். எல்லாம் போனதுக்கு அப்புறம் இப்போ அவர் ரிலீஸ் ஆகி அவர் மேலே எந்த தப்பும் இல்லைன்னா இது எப்படி ஏற்றுக்கிறது? இதை அவரை அரெஸ்ட் பண்ணுறதுக்கு முன்னாடி ஆலோசித்து அதை நல்லபடியாக விசாரித்து அவர் மேலே தெட்டு இருந்தால் மாத்திரம் அவரை அரெஸ்ட் பண்ணியிருக்கணும். இதான இப்போ இருக்கிற சூழ்நிலையில் இவர் மிகப்பெரிய ஆளுக்கே இப்படின்னா எங்களை மாதிரி சாதாரண ஆளுக்காருக்கு இங்கே போகிற போக்கில் ഈ ചേച്ചി ലാട്ടറി ഇരിക്കുതാ, ഈ ചേച്ചി ഈ പൊരുളை எடுத்தனா கண்ணை முடிக்க அரெஸ்ட் பண்ணும். இவர் இவ்வளவு பெரிய ஆளா இருக்கும்போது அவருக்கே அப்படின்னா எங்களுக்கெல்லாம் என்னன்னு யோசிக்கவே முடியல. ஆனா இது யாரா இருந்தாலும் தப்பு தான். அவர் இன்னைக்கு ரிலீஸ் ஆயிட்டாரு. அவருக்கு ரிலேஷன்ல கெட்ட பேரு, பப்ளிக்ல கெட்ட பேரு, அவருடைய இந்த நடிக்கிற அந்த தொழில்ல பாதிக்குது, எல்லாமே பாதிக்குது. ஆமா, താങ്ക് യു സോ മച്ച്. ഓക്കേ തമ്പി, താങ്ക് യു. കഴിഞ്ഞ 8.5 വർഷങ്ങൾക്ക് ശേഷം ദിലീപ് കുറ്റവിമുക്തനാണെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. ദിലീപിനെതിരെ ദിലീപ് അല്ല ഗൂഢാലോചന നടത്തിയത്, അതിനൊരു തെളിവില്ലെന്ന് പറഞ്ഞിട്ടും ഇപ്പോഴും ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട്. ഈ പറയുന്ന നടിക്ക് നീതി കിട്ടിയിട്ടില്ലെന്നും പറയുന്നുണ്ട്. ഈ ഒരു വിധിയോട് യോജിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം മാങ്ങയുള്ള മരത്തിലുള്ള കല്ലെറിയുള്ളൂ, ശരിയല്ലേ? ഈ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ആളാണ്. ഞങ്ങളുടെ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. അതെ, പുള്ളി ചെയ്യണ നല്ല കാര്യങ്ങളൊന്നും ആരും അറിയാനുള്ള. എനിക്കറിയാവുന്ന തന്നെ എത്ര വീടുകളിൽ സഹായം ചെയ്യേണ്ടത് അറിയാം. അത് മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടില്ല എന്ന് വരുമ്പോൾ അവർ മാങ്ങയുള്ള മരമുള്ള കല്ലെറിഞ്ഞു കൊടുത്ത കണ്ടത്. ഞങ്ങൾ ഇപ്പോഴും ദിലീപിന് സപ്പോർട്ട് തന്നെയാണ്. കാരണം ദിലീപ് ചെയ്യൂലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഉറപ്പുണ്ട്, തീർച്ചയായിട്ടും.
തീർച്ചയായിട്ടും പുള്ളി നല്ല കാര്യങ്ങൾ ഒത്തിരി ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ അതാണ് എടുത്ത് വലുതായിട്ട്, പ്രത്യേകിച്ച് ഇവരെ മീഡിയയിൽ കൂടിയൊക്കെ താഴ്ത്തിക്കെട്ടാൻ പറ്റും. അതുകൊണ്ട് തന്നെ പക്ഷേ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യണം. ഞങ്ങളുടെ ഈ അയലക്കത്തുള്ള പുള്ളിയാണ്, നല്ല പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. ഇതിലും വലിയ തെറ്റുകൾ ചെയ്തുകൊണ്ടിരുന്നവരെ ഇപ്പോഴും സുഖമായിട്ട് നടക്കുകയാണ്. ഈ ഒരു ചെറിയ തെറ്റൊക്കെ വലിയ ഇതായിട്ട് പരിപ്പിച്ച് അതിനോട് ഞങ്ങൾ യോജിക്കണം. ഒരിക്കലും ഈ തെറ്റ് ചെയ്ത ദിലീപ് ആണെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും അല്ല. അതിനൊക്കെ ഈ പലരും ഇതിന്റെ പിന്നിൽ കളിക്കണ്ട്. എല്ലാം ഈ പറഞ്ഞുകൊണ്ട് ഒരു ടാർഗറ്റിൽ പോയേക്കണതാ. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ നാട്ടുകാരനെ. ഞങ്ങൾ അന്നും ഇന്നും ദിലീപേട്ടൻ്റെ ഒപ്പം തന്നെയാണ്. കട്ട സപ്പോർട്ടാണ് ദിലീപേട്ടൻ്റെ. താങ്ക് യു സോ മച്ച്.